കറന്റ് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ നിമിഷം നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്, അവർക്ക് എന്താണ് നിങ്ങളോട് പറയാനുള്ളത്? ഡെഫിനറ്റ്ലി ഇപ്പോൾ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്ന് തന്നെയാണ് കാണുന്നത്, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒന്നും നടക്കുന്നുണ്ടാവില്ല. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത് അവരായിട്ട് തന്നെ, അല്ലെങ്കിൽ അവർ കാരണം നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നു എന്നുള്ളൊരു കാര്യം ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ലൈഫിൽ ഒരു ജസ്റ്റിസ് നൽകണമെന്ന് ഈ വ്യക്തി ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. മേ ബി അവർ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. ഈ റിലേഷൻഷിപ്പ് ഒരു സോളിഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആക്കാൻ വേണ്ടിയിട്ട് തന്നെ ഈ വ്യക്തി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനൊന്നും യാതൊരു ഫലവും അവർക്ക് ലഭിക്കുന്നില്ല. മേ ബി നിങ്ങൾ ചിലപ്പോൾ അവരെ കോണ്ടാക്ട് ചെയ്യുന്നില്ലായിരിക്കാം, നിങ്ങളായിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ചെയ്യുന്നുണ്ടാവാം. പക്ഷെ അതെല്ലാം ഈ വ്യക്തിക്ക് നിങ്ങളെ നഷ്ടമായി പോകുന്നു എന്നുള്ള ഒരു ഫീലിങ്സ് ആണ് കൊണ്ടുവരുന്നത്. ഒരു ലോസ് ഫീലിംഗ് ആണ് ഇവിടെ കൂടുതലായിട്ട് നമുക്ക് ലഭിക്കുന്നത്. അവരായിട്ട് തന്നെ തെറ്റ് ചെയ്തു പോയി എന്നുള്ള ഒരു ഗിൽറ്റ് ഫീല് ഈ വ്യക്തിക്കുണ്ട്. ഓക്കെ, അവർ കാരണമാണ് നിങ്ങൾ അവരിൽ നിന്നും അകന്നു പോയത്, അല്ലെങ്കിൽ നിങ്ങളെ അവർക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. മേ ബി അവർക്ക് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട്, മേ ബി അതൊരു ഫിനാൻഷ്യൽ പ്രോബ്ലം ആയിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിലേക്ക് അവർ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തിരുന്ന ഒരു സമയത്ത് അവർക്ക് നിങ്ങളെ അവഗണിക്കേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങളായിട്ട് തന്നെ ഒരുപാട് തവണ ഈ വ്യക്തിയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴോ നിങ്ങളെ അവർ ഒരുപാട് തവണ അവഗണിച്ചിരുന്നതായിട്ട് കാണുന്നുണ്ട്. അതിൻ്റെ പേരിൽ ചിലപ്പോൾ നിങ്ങൾ അവരിൽ നിന്നും അകന്നു മാറിയതായിരിക്കാം. പക്ഷേ ഈ ഒരു സമയത്ത് ആ വ്യക്തി മനസ്സിലാക്കുന്നു, ലൈഫിൽ മറ്റൊരു കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് അല്ല, നിങ്ങളോളം വലുതല്ല മറ്റൊരു കാര്യങ്ങളും എന്ന് ഈ വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുകയാണ്. ലൈഫിൽ എത്രത്തോളം ബിസി ആയിരിക്കുന്ന ഒരു സമയത്ത് പോലും ഈ വ്യക്തി ഓരോ നിമിഷവും നിങ്ങളുടെ ആ ഒരു കണക്ഷന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളുമായിട്ടുള്ള ഒരു റീയൂണിയന് വേണ്ടിയിട്ട് ആ വ്യക്തി വെയിറ്റ് ചെയ്യുകയാണ്. മറ്റു കാര്യങ്ങളെല്ലാം അവർ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അവരുടെ ലൈഫിൽ ചിലപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പോലെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവാം. അതെല്ലാം ലൈഫിൽ നിന്നും ഒഴിവാക്കണമെന്ന് ഈ വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെയായിരിക്കണം ആ വ്യക്തിക്ക് ഇപ്പോൾ അവർ ഒരുപാട് മെൻ്റൽ സ്ട്രഗിൾ അനുഭവിക്കുകയാണ്. ഒരുപാട് അവർക്ക് ഗിൽറ്റ് ഫീൽ ഉണ്ടാവാണ്. അറ്റ് ദ സെയിം ടൈം ആ വ്യക്തി ഇപ്പോൾ നിങ്ങളുടെ സാമീപ്യം ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫിസിക്കൽ പ്രസൻസ് ആണ് അവരിപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെയായിരിക്കാം അടുത്ത നിമിഷങ്ങളിൽ അവർ നിങ്ങളെ നേരിൽ കാണാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുകയാണ്. ഏതൊരു സാഹചര്യമാണോ അനുയോജ്യമായിട്ട് വരുന്നത്, അനുകൂലമായിട്ട് വരുന്നത് എന്ന് ആ ഒരു സാഹചര്യത്തിന് വേണ്ടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളുമായിട്ട് നേരിൽ കണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. അത്രയധികമായിട്ടുള്ള സ്ട്രോങ് ഫീലിങ്സ് അവരുടെ മനസ്സിലുണ്ടാവുന്നുണ്ട്. അതായത് നിങ്ങൾ എന്താണോ, എത്ര സ്നേഹമാണോ നൽകുന്നത് അതിനേക്കാൾ ഏറെ സ്നേഹം ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾക്കായിട്ടുണ്ട്. ഇതൊരു ഇൻഫിനിറ്റ് സോളിഡ് ആയിട്ടുള്ള ഒരു കണക്ഷനാണ്. ഒരിക്കലും തന്നെ അവസാനിക്കുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ എൻഡായി പോകുന്നതായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് അല്ല എന്നുള്ളൊരു കാര്യം ഈ വ്യക്തി ഇപ്പോൾ റിയലൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവർക്ക് ഇപ്പോൾ തോന്നുന്ന ഒരു ഫീലിങ്സ് എന്ന് പറയുന്നത് അവർ നിങ്ങളിൽ നിന്ന് പല കാര്യങ്ങളും മറച്ചു വെച്ചിട്ടുണ്ടായിരിക്കാം. അവരുടെ ലൈഫിൽ അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ആ സമയത്തെല്ലാം അവർക്ക് ലൈഫിൽ അതിലേക്കൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു എന്നുള്ളൊരു കാര്യം നിങ്ങളിൽ നിന്നും ഈ വ്യക്തി ഹൈഡ് ചെയ്തു പോയി. അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ തോന്നുന്നത് അവരായിട്ട് തന്നെ നിങ്ങളെ ചീറ്റ് ചെയ്തു പോയി എന്നുള്ളൊരു ഫീലിങ്സ് ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ലൈഫിൽ ഒരു ടോട്ടൽ ഇംബാലൻസ് സിറ്റുവേഷൻ ആണ്. അവർ ചെയ്തു പോയതിനെ ഓർത്ത് അവർ ദുഃഖിക്കുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർക്ക് ലൈഫിൽ ഒരു കാര്യത്തിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. ഓക്കെ, അവരെ നിങ്ങൾ മനസ്സിലാക്കും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് ഇപ്പോൾ ആ വ്യക്തിക്ക് ഉള്ളത്. ഓക്കെ, നിങ്ങളായിട്ട് തന്നെ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്താലും, നിങ്ങളുടെ പേഴ്സണൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിരുന്നാലും, എത്ര സെപ്പറേഷൻ ഉണ്ടായിരുന്നാലും നിങ്ങൾ തീർച്ചയായിട്ടും റീകണക്ട് ചെയ്യും, അല്ലെങ്കിൽ റീജോയിൻ ചെയ്യുമെന്ന് മനസ്സിലാക്കുക. ഒരിക്കലും ഉണ്ടാവുന്നതല്ല. ഇത് ഇൻഫിനിറ്റ് ബോണ്ടിങ് ആണ് നിങ്ങൾക്കിടയിലുള്ളത്. അത്രയും ഡീപ്പായിട്ടുള്ള കണക്ഷൻ. ഓക്കെ, തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ സന്തോഷമായിട്ട് തന്നെ വെയിറ്റ് ചെയ്യുകയാണ്. അവർ വളരെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യുകയാണ്.
ലൈഫിൽ മറ്റൊരു കാര്യങ്ങളും അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇപ്പോൾ ഫീൽ ചെയ്യുന്നില്ല. അവർ നിങ്ങളുടെ ആ ഒരു പ്രസൻസിന് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുകയാണ്. യെസ്, അവർക്ക് ഇനിയും ഈ ഒരു റിലേഷൻഷിപ്പിലെ ഈ ഒരു ഒറ്റപ്പെടലിലൂടെ മുന്നോട്ട് പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ആൻഡ് തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഒരു റീബർത്ത് ഉണ്ടാവും. നിങ്ങൾക്ക് പല തവണയും ഈ ഒരു ഫീലിങ്സ് ഉണ്ടായിട്ടുണ്ടാവാം. ഈ റിലേഷൻഷിപ്പിൽ ഇനി ഒന്നും നിങ്ങൾക്ക് ലഭിക്കാനില്ല, എല്ലാം നഷ്ടമായി പോയെന്ന് പോലും നിങ്ങൾക്ക് തോന്നിയ സാഹചര്യമുണ്ട്. പക്ഷേ എങ്കിലും ഒരു മിറാക്കിൾ പോലെ ഈ റിലേഷൻഷിപ്പിൽ വീണ്ടും ഒരു റീയൂണിയൻ ഉണ്ടാവും. മജീഷ്യൻ കാർഡ് വന്നിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും, നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരും. അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് വളരെ സ്ട്രോങ് ആയിട്ട് ആഗ്രഹിക്കുന്നുമുണ്ട്. ഓക്കെ, യു ആർ മൈ സോൾ മേറ്റ്. ഓക്കെ, അവർക്ക് നിങ്ങളെ ഈ ഒരു സമയത്ത് ഒരു സോൾ മേറ്റ് ആയിട്ടൊക്കെ അവർ കാണുന്നുണ്ട്. ഓക്കെ, ഐ സ്റ്റാർട്ടഡ് മിസ്സിങ് യു ദ മൊമെന്റ് യു ലീവ് മീ. ഓക്കെ, നിങ്ങൾ അവരിൽ നിന്നും വിട്ടു മാറിപ്പോയ ആ ഒരു മൊമെന്റ് മുതൽ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങി. ഐ വിൽ റീച്ച് യു അറ്റ് പെർഫെക്റ്റ് ടൈം. തീർച്ചയായിട്ടും ആ ഒരു പെർഫെക്റ്റ് ടൈമിൽ അവർ നിങ്ങളിലേക്ക് വന്നു ചേരും എന്ന് ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ആൻഡ് വിൽ യു അക്സെപ്റ്റ് മീ അഗെയിൻ. ഓക്കെ, അപ്പോൾ അങ്ങനെ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരുന്ന സമയത്ത് നിങ്ങൾ അവരെ അക്സെപ്റ്റ് ചെയ്യുമോ എന്ന് അവർ ചോദിക്കുകയാണ്. ആൻഡ് ഐ ഹോപ്പ് ദ ഫ്യൂച്ചർ വിൽ ബ്രിങ് us ടുഗദർ ബിക്കോസ് ഐ ലവ് യു മോർ ദാൻ യു നോ. ഓക്കെ, ഫ്യൂച്ചറിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്നിച്ച് ചേരുമെന്ന് അവർക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. അവർക്ക് അത്രമാത്രം ഒരു സ്നേഹമാണ് നിങ്ങളോടുള്ളത്. നിങ്ങൾ അറിയുന്നതിനേക്കാൾ ഏറെ സ്നേഹം ആ വ്യക്തിക്ക് നിങ്ങളോടുണ്ട് എന്ന് തന്നെയാണ് ആ വ്യക്തി പറയുന്നത്. ആൻഡ് ഐ റിഗ്രറ്റ്. യെസ്, ഡെഫിനറ്റ്ലി നമ്മൾ പറഞ്ഞ കാര്യമാണ്. ആ വ്യക്തിക്ക് ഇപ്പോൾ ഒരുപാട് റിഗ്രറ്റ് തോന്നുന്ന ഒരു സമയമാണ്. I feel empty without you. I'm changing and learning some hard lessons right now. Okay, അവർക്ക് ഇപ്പോൾ ഒരു എംപ്റ്റിനെസ് ആണ് ഫീൽ ചെയ്യുന്നത്. അവർ ചെയ്തു പോയ ഇമ്മച്യൂർ ആയിട്ടുള്ള അല്ലെങ്കിൽ അവർക്ക് തെറ്റായ ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വന്നൊരു സാഹചര്യം അവരുടെ ലൈഫിൽ ഇത്രയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നു. അത്രയധികം ഹാർഡ് ലെസൺസ് അവർ നിങ്ങളിലൂടെ പഠിക്കേണ്ടതായിട്ട് വന്നു. ഈ ഒരു സെപ്പറേഷനിലൂടെ അവർ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. ഓക്കെ, ആൻഡ് ഐ എം വെയിറ്റിംഗ് ഫോർ ദാറ്റ് മൊമെന്റ് വെൻ വി വിൽ ബി ടുഗദർ. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് ചേരുന്ന ആ ഒരു മൊമെന്റിന് വേണ്ടിയിട്ടാണ് ഈ വ്യക്തി വെയിറ്റ് ചെയ്യുന്നത്. ആൻഡ് ഐ എം വെരി ലക്കി ടു ഹാവ് യു ഇൻ മൈ ലൈഫ്. ഐ എം കൗണ്ടിങ് ദ ഹവേഴ്സ് ആൻഡ് ഡേയ്സ് അണ്ടിൽ ഐ ക്യാൻ മീറ്റ് യു അഗെയിൻ. ഓക്കെ, അവർ ഒരുപാട് ഭാഗ്യശാലിയാണ് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അവർ നേടിയെടുത്തതിൽ. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള റിയൂണിയന് വേണ്ടിയിട്ടുള്ള ആ ഒരു ടൈം അവർ ആ ഒരു മണിക്കൂറും നിമിഷവും ഒക്കെ എണ്ണി അവർ കാത്തിരിക്കുകയാണ്. അത്രമാത്രം അവർ നിങ്ങളെ പ്രണയിക്കുന്നു. ആൻഡ് ഐ എം സീയിങ് യു ഇൻ മൈ ഡ്രീംസ്. അവരുടെ സ്വപ്നങ്ങളിൽ പോലും അവർ നിങ്ങളെക്കുറിച്ച് സ്വപ്നങ്ങൾ പോലും കാണുന്നു. ഓക്കെ, സോറി. ആൻഡ് I always wanted to marry you and have kids with you. ഓക്കെ, വളരെ റൊമാൻറ്റിക് ആയിട്ടുള്ള മെസ്സേജസ് ആണ്. അവരെപ്പോഴും നിങ്ങളെ വിവാഹം കഴിക്കണമെന്നും എങ്കിലും ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി ലൈഫ് ഉണ്ടാവണമെന്നൊക്കെ സ്വപ്നം കാണുന്ന ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്.